ഈ വീഡിയോ ഇടാൻ കാരണം രണ്ടാൾക്കാരുണ്ട്. അതിലൊരാളാണ് വിനീത് ശ്രീനിവാസൻ. വിനീത് ശ്രീനിവാസൻ ഈ വീഡിയോ ഇടാനുള്ള ഒരു കാരണമാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒക്ടോബർ 1-ാം തീയതി വിനീത് ശ്രീനിവാസൻ്റെ ബർത്ത്ഡേ വരികയാണല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ തയ്യാറാക്കണമെന്ന് തോന്നി. ഇനി രണ്ടാമത്തെ ആൾ ഇത് തോന്നിക്കാൻ പറഞ്ഞ ആളാണ്. അതാണ് ബേബി ഓറഞ്ച് പറയുന്ന ഒരു സബ്സ്ക്രൈബറാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞത്. വീഡിയോ ഇടണമെന്ന് പറഞ്ഞില്ല, എന്തായാലും വിനീത് ശ്രീനിവാസൻ്റെ ബർത്ത്ഡേ വരികയാണല്ലോ. അപ്പോൾ എന്തായാലും ബബ്ബ ടീമിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഗ്ലിംസ് വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്ന് സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു. അതെന്തായാലും നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് മാക്സിമം ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിനീത് ശ്രീനിവാസന് അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ വിനീത്. വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഒരു നടൻ മാത്രമല്ല, ഒരു ഗായകനും സംവിധായകനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത കുറച്ച് സിനിമകളും അതേപോലെ തന്നെ നല്ല രീതിയിൽ ശ്രദ്ധേയമായ ക്യാരക്ടറുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിരാമായണം എന്ന സിനിമയിലെ ക്യാരക്ടർ കുടുംബ പ്രേക്ഷകർക്കും ഇപ്പോഴത്തെ തലമുറയിലും കുറേ ശ്രദ്ധേയമായ ക്യാരക്ടർ തന്നെയായിരുന്നു കുഞ്ഞിരാമായണം എന്ന സിനിമയിലെ ക്യാരക്ടർ. അതേപോലെ തന്നെ ഒരു വടക്കൻ സെൽഫി എന്ന സിനിമയിലെ ഈ ക്യാരക്ടറും. ഇതിനകത്ത് നായകൻ നിവിൻ പോളി ആണെങ്കിലും ഇത് ശ്രീനിവാസൻ ചെയ്ത ഈ ക്യാരക്ടറും നല്ല രീതിയിൽ ശ്രദ്ധേയപ്പെട്ട തന്നെ ആയിരുന്നു. അടുത്തതാണ് മുകുന്ദനുണ്ണി അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സിനിമയിലെ ഈ പീക്ക് ക്യാരക്ടറും കൂടെ ചേർന്നപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ നടനിലെ എല്ലാം തന്നെ രീതിയിൽ തെളിഞ്ഞു. അടുത്തത് വിനീത് ശ്രീനിവാസൻ പാടിയ കുറച്ച് സിനിമയും ഗാനങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. ഈ മോഹൻലാൽ നായകനായ ഉദയനാണ് താരം എന്ന സിനിമയിലെ ക്ലാസ്മേറ്റ് എന്ന സിനിമയിലെ പുതിയ താരങ്ങളും എല്ലാവരും പാടെ ഒന്നിച്ചു വന്ന സിനിമയിലെ വിനീത് ശ്രീനിവാസന്റെ ഈ തകർപ്പൻ ഗാനം. തട്ടത്തിൽ മറയത്തെന്ന സിനിമയിലെ കുടുംബ പ്രേക്ഷകരെയും എല്ലാവരെയും കൈയടക്കിയ ഒരു മാരക പാട്ട്. വേളയിൽ വരമായി വന്നൊരു ഓം ശാന്തി ഓംശാന എന്ന സിനിമയിലെ ഈ തകർപ്പൻ ഗാനം. മോഹൻലാൽ നായകനായ വെളിപാടിന്റെ പുസ്തകം എന്ന സിനിമയിലെ ഒരു കാലത്ത് ട്രെൻഡിങ് ആയ ഈ എവർ ഹിറ്റ് ഗാനം. ഇതിനകത്ത് വിനീത് ശ്രീനിവാസൻ പാടിയ എല്ലാ സിനിമയുടെ പാട്ടുകളൊന്നും പറയുന്നില്ല. എന്നാൽ പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ പാട്ട് മാത്രമേ വീഡിയോ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു പാട്ടും കൂടെ സിനിമയും പാട്ടും കൂടെ പറയാം. സ്പീഡ് ദിലീപ് നായകനായ സ്പീഡ് എന്ന സിനിമയിലെ ഈ ഒരു അടിപൊളി പാട്ട്. ഇപ്പോൾ നമ്മൾ വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച കുറച്ച് സിനിമാ പേരുകളും അതേപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ പാടിയ കുറച്ച് പാട്ടുകളും ഒക്കെ നമ്മൾ ഇതിനകത്ത് നിങ്ങളോട് സംസാരിച്ചതാണ്. ഇനി വിനീത് ശ്രീനിവാസൻ്റെ പുതിയ സിനിമകളുടെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, വിനീത് ശ്രീനിവാസൻ എനിക്ക് തോന്നുന്നു ഇതുവരെ കിട്ടിയിരിക്കുന്ന ക്യാരക്ടറുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ബബ്ബ എന്ന സിനിമയിലെ വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടറായിരിക്കും വിനീത് ശ്രീനിവാസൻ്റെ നിലവിലുള്ള എല്ലാ സിനിമകളുടെ ക്യാരക്ടറിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് മുകളിൽ നിൽക്കുക ഈ ക്യാരക്ടർ തന്നെ ആയിരിക്കും. അപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ ബബ്ബ എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ്റെ പിറന്നാൾ ദിനത്തിൽ ഒക്ടോബർ 1-ാം തീയതി ബബ്ബ ടീമിൻ്റെ പേരിൽ എന്തായിരിക്കും വരിക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ സബ്സ്ക്രൈബർ ബേബി ഓറഞ്ച് എന്ന സബ്സ്ക്രൈബർ ചോദിച്ചതാണ്, ഗ്ലിംസ് വീഡിയോയാണോ പുറത്തിറങ്ങുക എന്നത്. അപ്പോൾ പറയുകയാണ്, ഒരാളോട് മാത്രമല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഗ്ലിംസ് വീഡിയോ 98% വരാതിരിക്കാനാണ് സാധ്യത. പിന്നെ എന്തെങ്കിലും 2% തട്ടിക്കൂട്ടി വരാനാണ് സാധ്യത. കാരണം ഗ്ലിംസ് വീഡിയോ ഇനി ഇറക്കാൻ വളരെ സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ തന്നെ ബബ്ബയുടെ ഒരു ടീസർ പുറത്തിറക്കി. ഇനി എന്തായാലും ഒരു ഗ്ലിംസ് വീഡിയോ വരുന്നത് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ബബ്ബ ടീമിൻ്റെ പേരിൽ ഒക്ടോബർ 1-ാം തീയതി വിനീത് ശ്രീനിവാസൻ്റെ ബബ്ബയിലെ എന്തെങ്കിലും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്ററുകളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിനീത് ശ്രീനിവാസൻ്റെ പേരിൽ പുറത്തിറങ്ങുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും ബബ്ബ ടീമിൻ്റെ പേരിൽ എന്തെങ്കിലും ഒന്നും വരാതിരിക്കില്ല. മിക്കവാറും പോസ്റ്റർ തന്നെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ എന്തായാലും
ബേബി ഓറഞ്ച് എന്ന സബ്സ്ക്രൈബറിന് നന്ദി പറയുന്നു. കാരണം അവൻ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആര് ഷെയർ ചെയ്താലും നമ്മുടെ കണ്ടൻറ്റ് തന്ന ആളെന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ അത് നേരത്തെ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് പവറാക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ വിനീത് ശ്രീനിവാസൻ എന്ന നായകൻ്റെ ഒരു കാര്യം പാഠം നോക്കുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ എന്ന നായകൻ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ. അങ്ങനെ എന്ത് സംഭാവന എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വിനീത് ശ്രീനിവാസൻ നൽകിയ സംഭാവനകൾ ഗാനം തന്നെ ആയിരിക്കും. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചതിനേക്കാളും കൂടുതൽ സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇത് എൻ്റെ തെറ്റിദ്ധാരണ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതെങ്കിൽ കമൻറ്റിൽ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.